ഡയറക്ഷൻ പഠിക്കുന്ന ആൾക്കാർ, സൗണ്ട് പഠിക്കുന്ന ആൾക്കാർ, ആനിമേഷൻ, VFX പഠിക്കുന്ന ആൾക്കാർ, എഡിറ്റിംഗ് പഠിക്കുന്ന ആൾക്കാർ, ഒരുപാട് പേരുണ്ടല്ലേ. നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ സൗണ്ട് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ഡയറക്ഷൻ ആയിക്കോട്ടെ. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമ ചെയ്ത ഒരു സിനിമയിൽ അതിൽ വർക്ക് ചെയ്ത പിള്ളേർ, അവർ നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള നോളജ് ഭയങ്കര ഉണ്ടാവും. ഇപ്പം ചിലപ്പോൾ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയില്ലായിരിക്കും, നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ലായിരിക്കും. അപ്പോൾ ഈ പിള്ളേർ എന്നോട്, ഞാൻ സോഫിയ പോളിൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഈ സമ്മറിൽ വിഷുവിന് വിഷു അല്ലാതെ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ആ പിള്ളേർ, അവർക്കൊരു 23-24 വയസ്സൊക്കെ ഉള്ളൂ. അവരൊരു കഥ എഴുതി കഴിഞ്ഞിട്ട് അവർ ബ്രൂസ്ലി ബിജി എന്ന് പറഞ്ഞിട്ട് മിന്നൽ മുരളിയിലെ ഒരു ക്യാരക്ടറിനുള്ള സ്പിൻ ഓഫ് ഒരു സിനിമ എഴുതി. അങ്ങനെയാണ് അവർ ഇവരുമായിട്ട് പരിചയപ്പെടുന്നത്. പല വഴികളിലൂടെയാണ് അവർ കയറിയത്. അവർ ഡയറക്ഷൻ പഠിച്ചു, പിന്നെ എങ്ങനെ സിനിമയിലോട്ട് വരണം എന്ന് ആലോചിച്ചു. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയി. അവർ കൊച്ചിയിൽ വന്ന് നിന്നു, താമസമൊക്കെ ആക്കി, കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് സിനിമ ആലോചിച്ച് തുടങ്ങുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കഥ ആലോചിച്ചു. അങ്ങനെ ഇവർ സിനിമയിൽ എത്തിപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇവരെന്നടുത്ത്, ഇവർക്കറിയാവുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പല കാര്യങ്ങൾ, ലെൻസിങ്ങിനെ പറ്റിയും, ചേട്ടാ ഇത് നമ്മൾ ഇതാണത് ചെയ്യുന്നത്, നമ്മൾ ഈ റേഷ്യോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവരുടെ ഒരു നോളജ്, അല്ലെങ്കിൽ ഇന്നത്തെ ജെൻസി കുട്ടികളുടെ നോളജ് കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഒരാൾക്ക് പനിയായി, മറ്റേയാൾ വൈകാതായി. 4-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഒരാൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞു. കാരണം സെറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം മലയാള സിനിമ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 5 മണിക്കൊക്കെ എഴുന്നേൽപ്പിക്കും വരും. ഓക്കെ, ആർട്ടിസ്റ്റ് വരുമോ 10 മണിക്കേ ഉള്ളൂ എങ്കിലും നമ്മളൊരു 5 മണിക്ക്, ഞാൻ നേരത്തെ കാലത്ത് വരുന്ന ഒരാളാണ്, പക്ഷേ എല്ലാവരും അങ്ങനെ വരാറില്ല. 5 മണിക്കൊക്കെ എഴുന്നേൽപ്പിച്ച് 6 മണിയൊക്കെ ആകുമ്പോൾ ലൊക്കേഷനെ കൊണ്ടുവന്ന് 6:30 മണി തൊട്ട് വെറുതെ ഇരുത്തിച്ച് ഒരു 7-7:30 കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8 മണി വരെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏകദേശം 9:30, 10 മണി, 2 മണി വരെയൊക്കെ ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആർട്ടിസ്റ്റ്, കുറേ ആൾക്കാർ പെട്ടെന്ന് തീർത്ത് വിടണം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളത് കുറേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ലേറ്റ് നൈറ്റുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോളജും ഈ അറിയാവുന്ന നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ഇങ്ങനൊരു ടൈറ്റ് സ്കെഡ്യൂളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഡ്രെയിൻഡ് ആവും, ഫിസിക്കലി ഡ്രെയിൻഡ് ആവും, ഫിസിക്കലി നമ്മൾ തകർന്ന തരിപ്പണമായിപ്പോൾ. അപ്പോൾ ഇവർക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങി, ഇവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി, അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഞാനിവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സെറ്റെങ്കിലും ഇതിന് മുന്നേ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മലയാള സിനിമയുടെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ, കാരണം ഇവിടെ ബേസിൽ തിരയിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമ ചെയ്താൽ മതി. അങ്ങനെ ഒരു സിനിമയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു സിനിമ പഠിച്ചത് കൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ, നിങ്ങൾ കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടോ ഒന്നും മലയാള സിനിമയിലോട്ട് കിടക്കുമ്പോൾ അവിടുത്തെ രീതികളും ഒക്കെ ഭയങ്കര ഒരു ഇതിനകത്ത് ബബിളിൽ കൊണ്ടിട്ട് ഭയങ്കര പ്രഷർ കൊടുക്കുന്ന ഒരവസ്ഥ വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു ഓഫറൊക്കെ വരും സിനിമ ചെയ്യാനുള്ള, നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷേ സിനിമ ഉണ്ടാവുന്നത് ഈ 10-30 ദിവസത്തിനിടയിലാണ്. ആ ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ ആ സെറ്റിൽ എങ്ങനെ ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അവരെ ഡീൽ ചെയ്യുന്നു, അവരോട് കഥ പറഞ്ഞോടും. ചിലപ്പോൾ നിങ്ങളും ആക്ടേഴ്സും തമ്മിൽ ഫ്രിക്ഷൻ വരും, നിങ്ങൾ പറയുന്നൊന്നും അയാൾ അംഗീകരിച്ചെന്ന് വരില്ല. ഇത്തരത്തിൽ നിങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. പ്രൊഡക്ഷൻ്റെ പ്രഷർ ഉണ്ടാവും. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രഷറുകളെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, അല്ലാണ്ട് നിങ്ങൾ ഫിലിം മേക്കിംഗ് അല്ല പഠിക്കേണ്ടത്. ഫിലിം മേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ഒരു 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 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പഠിക്കാം. ഒരു 3 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് അല്ലേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ബേസിക് ഷോർട്ട് ഡിവിഷൻ, ഒരു മാസ്റ്റർ വയ്ക്കുന്നു, ഒരു 2 ഷോട്ട് വയ്ക്കുന്നു, ഒരു സജഷൻ വെക്കുന്നു, കൗണ്ടർ സജഷൻ വയ്ക്കുന്നു, 2 സെപ്പറേറ്റ് ക്ലോസ് കട്ട് ചെയ്യുന്നു. ഇത്രയൊക്കെ ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിന് സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു വൈഡ് വെക്കാം, അല്ലേ? അവിടെ നിന്നൊരു വൈഡ് വെക്കാം. പിന്നെ ഇവിടുന്ന് സ്റ്റേജിൻ്റെ അതിൻ്റെ തന്നെ ഒരു കോമ്പാക്റ്റ് വെക്കാം. നമ്മൾ ഈ ആക്സസ് മൊത്തം തീർത്ത് പോവാം. പിന്നെ ഇവരുടെയൊക്കെ സംസാരിക്കുന്ന എടുക്കാം. പിന്നെ ഈ ആംഗിളിൽ നിന്ന് എൻ്റെ ഒരു ക്ലോസ് എടുക്കാം, എൻ്റെ പ്രൊഫൈൽ ക്ലോസ് എടുക്കാം, എൻ്റെ ലോ വയ്ക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
ലാവിഷായിട്ടും ചില സമയങ്ങളിൽ സമയമുണ്ടാവും. ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്ത്, നിശ്ചിത സമയത്തിനുള്ളിൽ പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ട് തീർത്ത് കൊടുക്കുക, ഇത്തരം ആർട്ടിസ്റ്റുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ലൊക്കേഷൻ ഒരു ഡയറക്ടറിൻ്റെ ജോലി. അതുപോലെ തന്നെ ഒരു എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ കണ്ട മിക്ക എഡിറ്റേഴ്സും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കുറേ എഡിറ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. VFXിലെ ആൾക്കാർ, മൾട്ടിമീഡിയയിൽ. കാരണം ഇതൊക്കെ നിൽക്കുന്നതിൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റാണ് പല ജോലികളും നടക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന ഒരു IT ജോലി ചെയ്യുന്നതിനേക്കാളൊക്കെ പിയർ പ്രഷർ അധികമാണ് ഈ പറയുന്ന ജോലിയിൽ. അപ്പോൾ ഈ പ്രഷറിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അപ്പോൾ ഈ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വൾണറബിളാവും, നമ്മൾ ചൂടാവും, നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് ഉടക്കും. ഇത്തരത്തിൽ ഉടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? അവൻ ദേഷ്യക്കാരനാണ്. നിങ്ങൾ ഒരുപാട് സമയമെടുത്താൽ അവരെന്ത് പറയും? അവൻ ഒരു ദിവസം ഒരു ഷോട്ടൊക്കെ എടുക്കുകയുള്ളൂ, ചീത്തപ്പേര് വരും. അതേ. അപ്പോൾ സിനിമയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടതെന്നറിയാമോ? ക്ഷമ. ക്ഷമ. ഒരുത്തരം നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ നമ്മൾ എപ്പോഴും ചിരിച്ചേ നിൽക്കാൻ പാടുള്ളൂ. കോഡ് ഓഫ് കണ്ടക്റ്റ്, ഡിസിപ്ലിൻ, വർക്ക് എത്തിക്സ് നമ്മുടെ ആവശ്യമാണ് ഈ സിനിമ നടക്കേണ്ടതെന്ന് ആലോചിക്കുക. അവരുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ വെറുപ്പിക്കാൻ ചുറ്റും ഒരു 100 ആൾക്കാരുണ്ടാവും. വെറുത്തു പോവും, പ്രത്യേകിച്ച് സിനിമാക്കാർ. കാരണം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആളാണ് ഞാൻ. വെറുത്ത് 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 വെറുപ്പിനൊടുവിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരാളാണ്. വലിയൊരു നടനല്ലെങ്കിലും വലിയൊരു നടനാവുന്നതിനപ്പുറം എന്തുകൊണ്ട് എത്രയോ പരാജയങ്ങൾ, എത്ര സിനിമ പൊട്ടിയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത്ര പരാജയങ്ങൾ. എന്തുകൊണ്ട് നിങ്ങളുടെ PG UG ഒരു സിലബസ് വെക്കണം, എന്തുകൊണ്ട് എനിക്ക് ഇത്ര സിനിമ ആലോചിച്ച് നോക്കണം. നേരത്തെ ഈ പറഞ്ഞ ക്ഷമ, അച്ചടക്കം, വർക്ക് എത്തിക്സ്, ഇത് മസ്റ്റാണ്. ഒരു നല്ല നടനാവുക, അതിനപ്പുറം നല്ല ടെക്നീഷ്യനാവുക, അതിനപ്പുറം നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ആത്യന്തികമായി വേണ്ടത്. കൂടെയുള്ള സഹജീവികളെ, നമ്മൾ സിനിമ ചില സെറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെയൊക്കെ ചീത്ത വിളിക്കുന്ന കാണാം. ചീത്ത വിളിക്കുന്നു, പുലഭ്യം തെറി വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സെറ്റിനോടുള്ള എനർജി തന്നെ നമുക്ക് മടുത്തു പോകും ആസ് ആക്ടേഴ്സ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവൻ എത്ര വലിയ ഡയറക്ടർ ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്ന ആൾക്കാരെ തെറി വിളിക്കുകയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആഭാസം പറയുകയും എന്ന് ഒന്നും, അങ്ങനെയുള്ള ഒരുത്തിന് എന്ത് വലിയവനായിട്ട് ഒരു കാര്യമില്ല. അവൻ ചിലപ്പോൾ വലിയ ഫിലിം മേക്കർ ആകുമായിരിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആൾക്കാർ നമ്മൾ ഓർക്കുന്ന സമയത്ത് അയാൾ നല്ലൊരാളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിച്ച് കൊണ്ട് ഈ പറയുന്ന നിശ്ചിത സമയത്തിൽ ഇത്തരത്തിലുള്ള പ്രഷറുകളെ ഹാൻഡിൽ ചെയ്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെ, ചുറ്റുമുള്ള ആൾക്കാരെ, ഇതിൽ നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുണ്ട്, നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ജോലി നടക്കണം, നമ്മുടെ സിനിമ നടക്കണം, സിനിമ മുടങ്ങിപ്പോരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സൗഹൃദങ്ങളൊക്കെ ഇവിടെ പഠിച്ച MC ജിതിൻ, മാത്തുക്കുട്ടീൻ്റെ ഹെലൻ ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഞങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഫണ്ടാസ്റ്റിക് ഫിലിംസ്. MC ആദ്യത്തെ പടം നോൺസെൻസ് ഞാൻ ചെയ്യേണ്ട സിനിമയായിരുന്നു, അന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇവരൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പം ഞാൻ പറയണേ, സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സിനിമ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങളിൽ ഒരു നല്ല കഥയുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ സക്സസ്ഫുൾ സിനിമയൊന്നും എടുക്കാൻ പറ്റണമെന്ന് വരില്ല. സിനിമ കൂട്ടായ്മയാണ്, ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. നിങ്ങളീ കാണിച്ച ഈ പറയുന്നൊരു ഷോ റീൽ പോലൊരു സാധനം കാണിച്ചൊരു ഇതിൻ്റെ ഒരു ലോഞ്ചിൻ്റെ ഒരു ഇത് കാണിച്ചു. അതിലൊരു എഡിറ്റർ വേണം, നല്ല എഡിറ്റർ വേണം, നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾക്കാർ നന്നാവണം, അവരും നിങ്ങളും തമ്മിലുള്ള സിങ്ക്. അത്തരത്തിൽ നിങ്ങളുടെ ബോഡി ഓഫ് വർക്ക്, അത് ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കാണിക്കാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയണ്ടേ, ബേസിലൊരു പ്രേമത കാതരയാണ്, അല്ലെങ്കിൽ ഒരു തുണ്ടുപടം, ഇതൊക്കെയായിരുന്നു അവൻ്റെ ബോഡി ഓഫ് വർക്ക് അന്ന്. അപ്പോൾ ബോഡി ഓഫ് വർക്ക് സ്ട്രോങ് ആയിരിക്കുക. ബോഡി ഓഫ് വർക്ക് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ്, നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്തും ആയിക്കോട്ടെ,
അത് സ്ട്രോങ് ആയിരിക്കുക. നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ ഒരു കൂട്ടായ്മ, നിങ്ങൾക്കിടയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളെ സൗഹൃദങ്ങൾ ഇതൊരിക്കലും കൈവിടാതിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ആ സൗഹൃദങ്ങളിൽ നിന്നാണ് ഏറ്റവും വലിയ സിനിമകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഈ സൗഹൃദം എന്നും നിലനിർത്തുക. നിങ്ങൾക്കിടയിലും വിനീഷ് ശ്രീനിവാസനും ദിലീഷ് പോത്തനെ പോലത്തെയൊക്കെ വലിയ വലിയ സംവിധായകരും എഡിറ്റേഴ്സും ടെക്നീഷ്യന്മാരും VFXിലെ ആൾക്കാരും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.